ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 27. യേശുക്രിസ്തു കരുണയുടെ മുഖം. യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ്. ദൈവം കരുണാസമ്പന്നനാണ്. എഫേസൂസ് 2:4. മോശയ്ക്ക് ദൈവം തന്റെ പേര് വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: കാരുണ്യവാനും കൃപാനിധിയും, കോപിക്കുന്നതിൽ വിമുഖനും, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനും. പുറപ്പാട് 34:6. ചരിത്രത്തിലുടനീളം ദൈവം തന്റെ സ്വഭാവം വിവിധ രീതികളിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മോടുള്ള സ്നേഹം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് സുനിശ്ചിതമായ വിധത്തിൽ വെളിപ്പെടുത്തി. ഗലാത്യ 4:4. യേശുവിനെ കാണുന്ന ഏതു വ്യക്തിയും പിതാവിനെ കാണുന്നു. യോഹന്നാൻ 14:19. നസ്രത്തിലെ യേശു ദൈവത്തിന്റെ കാരുണ്യത്തെ വെളിപ്പെടുത്തുന്നു. കാരുണ്യമെന്ന രഹസ്യത്തെക്കുറിച്ച് നാം നിരന്തരം ധ്യാനിക്കേണ്ടതുണ്ടല്ലോ. കാരുണ്യം സന്തോഷത്തിന്റെയും പ്രശാന്തതയുടെയും സമാധാനത്തിന്റെയും ഉറവിടമാണ്. അത് പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നു. കരുണയുടെ മുഖമായ യേശുവിലേക്ക് നമുക്ക് ശ്രദ്ധയോടെ നോക്കുവാൻ കഴിയണം. ദൈവം അമലോത്ഭവ മറിയത്തിലേക്ക് സ്നേഹത്തോടെ നോക്കി രക്ഷകന്റെ അമ്മയാവാൻ അവളെ തിരഞ്ഞെടുത്തു. കാരുണ്യം ഏതു പാപത്തെക്കാളും വലുതാണ്. ക്ഷമിക്കുവാൻ എപ്പോഴും സന്നദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന് അതിര് നിശ്ചയിക്കുവാൻ ആർക്ക് കഴിയും? കരുണയുടെ കവാടമായി തീരുവാൻ ഒരു ക്രൈസ്തവന് കഴിയണം. എല്ലാ അവസ്ഥയിലും എല്ലാ ദൗർബല്യങ്ങളിലും ആവശ്യങ്ങളിലുമുള്ള മനുഷ്യവംശത്തിന്റെ സേവനമാണ് ആവശ്യം. കാരുണ്യത്തിന്റെ മുഖത്തെപ്പറ്റി ചിന്തിക്കുക. സഭയുടെയും മനുഷ്യവംശം മുഴുവന്റെയും ജീവിതത്തെയും മുഴുവൻ പ്രപഞ്ചത്തെയും ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് നാം ഭരമേൽപ്പിക്കുക. ദൈവം നമ്മുടെ മേൽ കരുണ വർഷിക്കുന്ന പോലെ നമ്മളും മറ്റുള്ളവരുടെ മേൽ കരുണ വർഷിക്കണം. ദൈവത്തിന്റെ കരുണയും നന്മയുമായി ഓരോ വ്യക്തിയിലേക്കും നാം പോകേണ്ടതുണ്ട്. കരുണ കാണിച്ചുകൊണ്ട് ദൈവം തന്റെ സർവശക്തി വെളിപ്പെടുത്തുന്നു. അവിടുത്തെ കരുണാപൂർണമായ പ്രവൃത്തിയുടെ മഹത്വം സങ്കീർത്തനങ്ങൾ വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 103:3-4 തിരുവചനങ്ങൾ 146 7-9 വരെ, 147 3-6 വരെ. ദൈവത്തിന്റെ കരുണ മൃദുലതയും സഹതാപവും ക്ഷമയും കരുണയും നിറഞ്ഞതാണ്. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സങ്കീർത്തനം 136. പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങളും കരുണയുടെ ഗുണത്താൽ അഗാധമായ രക്ഷാകര പ്രാധാന്യത്താൽ നിറഞ്ഞിരിക്കുന്നു. യേശു തന്റെ പീഡാസഹനത്തിന് മുമ്പ് കരുണയുടെ 136 സങ്കീർത്തനം ആലപിച്ചു പ്രാർത്ഥിച്ചു. കാരുണ്യത്തിന്റെ ദിവ്യകൂദാശയാണല്ലോ ദിവ്യ കാരുണ്യം. ദിവ്യകാരുണ്യത്തിന്റെ അതേ സാഹചര്യത്തിൽ തന്നെ യേശു തന്റെ പീഡാനുഭവത്തിലേക്കും മരണത്തിലേക്കും കടന്നു. കുരിശിൽ പൂർത്തിയാക്കണമെന്ന സ്നേഹത്തിന്റെ മഹാരഹസ്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് അപ്രകാരം ചെയ്തു. പിതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ദൗത്യം ദൈവിക സ്നേഹത്തിന്റെ രഹസ്യത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു. യോഹന്നാൻ 4:8. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ എല്ലാം, പ്രത്യേകിച്ച് പാപികളെയും ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും രോഗികളെയും സഹിക്കുന്നവരെയും സംബന്ധിച്ചവ, കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചുങ്കക്കാരൻ മത്തായിയെ വിളിച്ച് ശിഷ്യന്മാരുടെ ഗണത്തിൽ ചേർത്തത് കാരുണ്യത്തിന്റെ സാഹചര്യത്തിലാണ്. കരുണയെ സംബന്ധിച്ച ഉപമകളിൽ ഒരിക്കലും കൈവിടാത്ത പിതാവിന്റെ സ്നേഹ സ്വഭാവം വെളിപ്പെടുത്തി. ലൂക്കാ 19:1-22 വരെ. നിരുപാധികം ക്ഷമിക്കേണ്ടതാണ്. മത്തായി 18:22. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? മത്തായി 18:33. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. മത്തായി 18:35. നമ്മൾ ആദ്യം ദൈവത്തിൽ നിന്ന് കരുണ സ്വീകരിച്ചിരിക്കുന്നതിനാൽ കാരുണ്യം കാണിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദ്രോഹങ്ങൾ ക്ഷമിക്കുക എന്നത് കരുണാപൂർവമായ സ്നേഹത്തിന്റെ അടയാളമാണ്. സന്തോഷപൂർവ്വം ജീവിക്കുന്നതിനുള്ള അത്യാവശ്യ വ്യവസ്ഥയാണ് കോപവും വിദ്വേഷവും അക്രമവും പകയും ഉപേക്ഷിക്കുക എന്നത്. എഫേസൂസ് 4:26, മത്തായി 5:7. ദൈവത്തിന്റെ കാരുണ്യം എന്നത് നമ്മിൽ ഓരോരുത്തരോടും അവിടത്തേക്കുള്ള സ്നേഹപൂർണമായ താല്പര്യമാണ്. നമ്മൾ സന്തുഷ്ടരും സമാധാനപൂർണരും ആയിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. കാരുണ്യം സഭയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. സഭയുടെ അജപാലന പ്രവർത്തനങ്ങൾ മുഴുവനും
വിശ്വാസികളോട് കാണിക്കുന്ന കരുണയുടേതായിരിക്കണം. കരുണയുടെ അഭ്യസനം സംസ്കാരത്തിൽ കുറയുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരുണ്യത്തിന് നൽകുന്ന സാക്ഷ്യമില്ലാതിരുന്നാൽ ജീവിതം ഫലരഹിതമായി തീരുന്നു. പ്രത്യാശയോടെ ഭാവിയിലേക്ക് നോക്കുവാൻ കഴിയുന്ന ധീരത നമ്മിൽ സ്ഥാപിക്കുന്ന ശക്തിയാണ് കാരുണ്യം. സാംസ്കാരിക പശ്ചാത്തലത്തിൽ കാരുണ്യം കൂടുതലായി കടന്നു വരേണ്ടതുണ്ട്. ശാസ്ത്രവും സമ്പത്തും ധനവും അധികാരവും വളർന്നപ്പോൾ മനുഷ്യൻ ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും കരുണയുടെ സ്ഥാനം എടുത്തു കളയുകയും ചെയ്തിരിക്കുന്നുവോ? ഇന്ന് ലോകത്തിൽ കരുണയെക്കുറിച്ചുള്ള അടിയന്തര പ്രഘോഷണവും സാക്ഷ്യവും കൂടുതലായി ഉണ്ടാവണം. കാരണം മാനുഷികമായതെല്ലാം അപകട ഭീഷണി നേരിടുന്നു. ആയതിനാൽ രക്ഷകന്റെ കാരുണ്യത്തിന്റെ ഉറവിടങ്ങളിലേക്ക് നാം എല്ലാവരും നടക്കണം. ആരെയും ഒഴിവാക്കാതെ എല്ലാവരിലേക്കും ചെന്നു ചേർന്ന ദൈവപുത്രന്റെ പെരുമാറ്റത്തിന് ചേർന്ന വിധം നമ്മുടെ പെരുമാറ്റത്തെ ക്രമപ്പെടുത്തണം. സഭയ്ക്ക് നവ സുവിശേഷവൽക്കരണം എന്ന ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നാം കരുണയുടെ ജീവിതം നയിക്കുകയും കരുണയ്ക്ക് സാക്ഷ്യം നൽകുകയും ചെയ്യണം. ഇപ്രകാരം നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാനും പിതാവിലേക്ക് നയിക്കുന്ന പാത കണ്ടെത്താൻ പ്രചോദിപ്പിക്കുവാനും കഴിയും. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യാനികളുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോ വ്യക്തിയും കരുണയുടെ മരുപ്പച്ച കാണണം. നിങ്ങളുടെ പിതാവ് കരുണാപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണാപൂർണരായിരിക്കുവിൻ. ലൂക്ക 6:36. ഇത് ജീവിതത്തിന്റെ ഒരു പ്രോഗ്രാം ആവണം. കരുണയുള്ളവരായി തീരണമെങ്കിൽ 1. ദൈവവചനം ശ്രവിക്കുവാൻ തയ്യാറാവുക. 2. ദൈവവചനം ധ്യാനിക്കുക. 3. നിശബ്ദതയുടെ മൂല്യം കണ്ടെത്തുക. 4. ദൈവകാരുണ്യത്തെപ്പറ്റി ധ്യാനിക്കുക. 5. കാരുണ്യം ജീവിതശൈലിയായി സ്വീകരിക്കുക. കരുണ എന്നത് എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യമാണ്. ഇതിന് സമർപ്പണ ബുദ്ധിയും ത്യാഗവും ആവശ്യമാണ്. നമ്മുടെ ലക്ഷ്യം നേടുവാനുള്ള തീർത്ഥാടനത്തിന്റെ കാൽവയ്പുകൾ യേശു കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ലൂക്ക 6:37-39 വരെ. കാരുണ്യത്തിന്റെ അടുത്ത പടിയിലേക്ക് നാം കടക്കുകയാണ്. കരുണ യാചിക്കുക എന്നതിനും അപ്പുറം കരുണ കൊടുക്കുക, ശപിച്ച് തള്ളാതിരിക്കുക, വിധിക്കാതിരിക്കുക. അസൂയയുടെയും ശത്രുതയുടെയും വാക്കുകൾ ഉപേക്ഷിക്കുക. അപവാദം പറയാതിരിക്കുക. ഓരോ വ്യക്തിയിലുമുള്ള നന്മ അംഗീകരിക്കുക. അപവാദം മൂലം ഉണ്ടായ സഹനത്തിൽ നിന്നും അയാളെ രക്ഷിക്കുക. ഇവയാണ് അടുത്ത പടിയായി നാം ചെയ്യേണ്ടത്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ വരുന്നു. അതുകൊണ്ട് അവിടുത്തെ കാരുണ്യത്താൽ സ്പർശിക്കപ്പെട്ട് നാമും മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാവണം. ആധുനിക സമൂഹം സൃഷ്ടിക്കുന്ന അതിരുകളിലേക്ക് ഹൃദയം തുറക്കണം. ഇന്നത്തെ ലോകത്തിൽ അനിശ്ചിതത്വത്തിന്റെയും വേദനയുടെയും ധാരാളം സാഹചര്യങ്ങൾ ഉണ്ട്. നിലവിളികൾ പലപ്പോഴും നിശബ്ദമാക്കപ്പെടുന്നു. നിശബ്ദമില്ലാത്തവരായവരുടെ ശരീരങ്ങൾ ഏൽക്കേണ്ടി വരുന്ന മുറിവുകൾ എത്രയധികമാണ്. ഈ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ, ആശ്വാസത്തിന്റെ തൈലം പുരട്ടാൻ, കാരുണ്യം കൊണ്ട് മുറിവുകൾ വച്ചുകെട്ടുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നിസ്സംഗതയിലേക്കും നിർവികാര കർമ്മ പദ്ധതിയിലേക്കും വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വിനാശകരമായ വിമർശനത്തിൽ നിന്ന് നമ്മെ നാം പരിപാലിക്കണം. നമ്മുടെ കണ്ണുകൾ തുറന്ന് ലോകത്തിലെ ദുരിതവും വേദനയും മുറിവുകളും കാണണം. സഹായത്തിനായുള്ള നിലവിളി കേൾക്കുവാൻ നാം നിർബന്ധിതരാവണം. അവർക്ക് നമ്മുടെ സാഹോദര്യവും സൗഹൃദവും സാന്നിധ്യവും അനുഭവിക്കുവാൻ കഴിയണം. ആത്മീയവും ശാരീരികവുമായ കാരുണ്യ പ്രവൃത്തികളെ കുറിച്ച് നാം കൂടുതലായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ മുമ്പിൽ മരവിച്ചിരിക്കുന്ന നമ്മുടെ മനസാക്ഷിയെ നാം ഉണർത്തണം. യേശു തന്റെ പ്രഘോഷണത്തിൽ ആ ജീവകാരുണ്യ പ്രവൃത്തികളിലേക്ക് നമ്മെ പ്രചോദിപ്പിക്കുന്നു. അവിടുത്തെ ശിഷ്യരായി നാം ജീവിക്കുന്നുണ്ടോ എന്നറിയുവാൻ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു മാനദണ്ഡമാണ്. കർത്താവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. അവിടുന്ന് നമ്മെ വിധിക്കുന്നതിനുള്ള മാനദണ്ഡം ആ വാക്കുകളാണ്. മത്തായി 25:31-45 വരെ. സംശയരോഗമുള്ളവരെ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് കഴിയില്ലേ? അജ്ഞതയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയില്ലേ? ദാരിദ്ര്യത്തിലകപ്പെട്ടിരിക്കുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് സഹായം നൽകുവാൻ കഴിയില്ലേ? പീഡിതരായവർ അടുത്ത് നിലകൊള്ളാൻ നമുക്ക് കഴിയില്ലേ? നമ്മെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയില്ലേ? കോപത്തിന്റെയും ദ്വേഷത്തിന്റെയും വിവിധ രൂപങ്ങൾ പരിത്യജിക്കുവാൻ പറ്റില്ലേ?
കഴിയില്ലേ? ക്ഷമാശീലം നമുക്ക് ആർജിച്ചെടുക്കുവാൻ പറ്റില്ലേ? സഹോദരരെ, പ്രാർത്ഥനയിൽ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? ചെറിയവരായിട്ടുള്ളവരിൽ ഇപ്പറഞ്ഞ ഓരോ വ്യക്തിയിലും ക്രിസ്തു സന്നിഹിതനാണ്. പീഡിതരും ഞെരുക്കപ്പെട്ടവരും പ്രഹരിക്കപ്പെട്ടവരും പോഷണരഹിത ഭക്ഷണം കഴിക്കേണ്ടി വരുന്നവരും നാട് കടത്തപ്പെട്ടവരുടെ ശരീരത്തിലും അവിടുത്തെ ശരീരം ദൃശ്യമായി തീരുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം. ഈ ജീവിതം വിട്ടുപോകുവാൻ നാം ഒരുങ്ങുമ്പോൾ നാം സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കപ്പെടും. വിശ്വാസത്തോടെ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന സുവിശേഷ ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം. കരുണയുടെ സുവിശേഷമാണ് യേശു പ്രഘോഷിച്ചത്. ഏശയ്യായുടെ ഗ്രന്ഥമാണ് വായിക്കുവാൻ നൽകപ്പെട്ടത്. അതിലിങ്ങനെ എഴുതിയിരുന്നു: ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഏശയ്യാ 61:1-2 വചനങ്ങൾ. കരുണയുടെ വർഷമാണ് നാം പ്രഘോഷിച്ചത്. ആയതിനാൽ ഇതാണ് നാം ജീവിക്കേണ്ടത്. ആധുനിക സമൂഹത്തിലെ അടിമത്വത്തിന്റെ പുതിയ രൂപങ്ങളാൽ ബന്ധിതരായവരോട് സ്വാതന്ത്ര്യം നാം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അപഹരിക്കപ്പെട്ട മഹത്വം ആളുകൾക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവൻ അത് സന്തോഷത്തോടെ ചെയ്യട്ടെ. റോമ 12:8. ദൈവകാരുണ്യത്തെ ആഘോഷിക്കുവാനും അനുഭവിക്കുവാനുമുള്ള സവിശേഷമായ നിമിഷങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൽ നാം സൃഷ്ടിക്കണം. മിഖ 7:18-19 തിരുവചനങ്ങൾ. പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഏശയ്യാ 58:6-11 വരെ വിചിന്തനമാക്കുന്നത് നല്ലതാണ്. യഥാർത്ഥ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ കാരുണ്യ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന് ഏശയ്യാ വിശദീകരിക്കുന്നു. കൂദാശ സ്വീകരണത്തിന്റെയും തിരിച്ചുവരവിന്റെയും വചനജീവിതത്തിന്റെയും കാലമാക്കണം. യുവജനങ്ങൾ ഉൾപ്പെടെ അനേകർ അനുരഞ്ജന കൂദാശയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ആന്തരിക സമാധാനം അവർ അനുഭവിക്കുവാനിടയാകുന്നു. കാരുണ്യത്തിന്റെ അടയാളമാണ് കുമ്പസാരമെന്ന കൂദാശ. നല്ലവണ്ണം ഒരുങ്ങി ഈ കൂദാശ നാം സ്വീകരിക്കുക. കാരുണ്യത്തിന്റെ വിളി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തങ്ങളുടെ കണ്ണുകൾ യേശുവിൽ പതിപ്പിക്കുവാൻ കഴിയും. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അനേകം പുത്രീപുത്രന്മാരെ പിതൃഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. വിശ്വാസികൾ കാരുണ്യം സ്വീകരിക്കുകയും കൃപാവരം കണ്ടെത്തുകയും ചെയ്യണം. മനസാന്തരത്തിലേക്കുള്ള ക്ഷണം എപ്പോഴും നാം സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കണം. കാരുണ്യം അനുഭവിക്കുവാനുള്ള വിളിയെ സംബന്ധിച്ച് ആരും നിസ്സംഗരാവരുത്. ദൈവകൃപയിൽ നിന്ന് അകലുന്ന പെരുമാറ്റമുള്ളവർക്ക് കൂടുതൽ തീഷ്ണതയോടെ തിരിച്ചുവരുവാനുള്ള ക്ഷണം ദൈവം എപ്പോഴും നൽകുന്നു. അവരവരുടെ ജീവിതത്തിൽ അവരവരുടെ നന്മയ്ക്കായി മാറ്റം വരുത്തുവാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു സംഭവമായി തീരും. പാപത്തെ തള്ളിക്കളയുന്നുവെങ്കിലും പാപിയെ ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവപുത്രന്റെ നാമത്തിൽ അവരോട് പാപം ഉപേക്ഷിക്കുവാൻ നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ സഹായിക്കണം. ഭൗതികതയുടെ കെണിയിൽ നാം വീഴരുത്. പരലോക ജീവിതത്തിലേക്ക് പണം കൊണ്ടുപോകുവാൻ കഴിയില്ല. പണം നമുക്ക് സന്തോഷം നൽകുന്നില്ല. രക്തത്തിൽ കുതിർന്ന സമ്പത്ത് കുന്നുകൂടുവാൻ വേണ്ടി നടത്തുന്ന അക്രമങ്ങൾ ഒരുവനെ ശക്തനോ അമർത്യനോ ആക്കുന്നില്ല. ഓരോ വ്യക്തിയും ഉടനെയോ പിന്നീടോ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയനാകും. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരുവനും സാധ്യമല്ല. അഴിമതി പഴുത്തൊലിക്കുന്ന വ്രണമാണ്. പ്രതികാരത്തിനായി അത് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു. കാരണം അത് വ്യക്തിപരവും സാമൂഹികപരവുമായ ജീവിതത്തിന്റെ അടിത്തറകൾക്ക് തന്നെ ഭീഷണിയാണ്. അതിന്റെ സ്വേച്ഛാധിപത്യപരമായ അത്യാഗ്രഹം ദുർബലരുടെ പദ്ധതികളെ തകർക്കുന്നു. ദരിദ്രരിൽ ദരിദ്രരെ അത് ചവിട്ടി മെതിക്കുന്നു. അത് പൊതുജീവിതത്തിൽ വലിയ ഉതപ്പുണ്ടാക്കുന്നു. പണം ശക്തിയുടെ ഒരു രൂപമാണെന്ന മിഥ്യാധാരണയെ ദൈവത്തിന് പകരമായി നാം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണോ? അന്ധകാരത്തിന്റെ ഒരു പ്രവൃത്തിയാണ് അഴിമതി. ഈ പ്രലോഭനത്തിൽ നിന്ന് നാം വിമുക്തരാവണം. അഴിമതിയെ മാറ്റിക്കളയണമെങ്കിൽ നമുക്ക് വിവേകവും ജാഗ്രതയും വിശ്വസ്തതയും സുതാര്യതയും ഉണ്ടാവണം. തിന്മ പ്രവൃത്തികളെ തള്ളിക്കളയുവാനുള്ള ധീരത നമുക്ക് ഉണ്ടായിരിക്കണം. അഴിമതിക്കെതിരായി പടപൊരുതാത്തവർ അതിന് അധീനപ്പെട്ടേക്കാം. പടപൊരുതാത്തവർ അതിന് അവസാനം അത് നമ്മുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കും. നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുവാനുള്ള സമയമായി കാരുണ്യ ജീവിതത്തെ കാണണം.
അനുവദിക്കണം. സ്പർശിക്കപ്പെടുവാൻ നമ്മുടെ ഹൃദയങ്ങളെ അനുവദിക്കുവാനുള്ള സമയമാണ്. സ്പർശിക്കപ്പെടുവാൻ നമ്മുടെ ഹൃദയങ്ങളെ അനുവദിക്കുവാനുള്ള സമയമാണിത്. ദുഷ്പ്രവൃത്തികളെ ഇല്ലാതാക്കണം. കുറ്റകൃത്യങ്ങളെ നേരിടണം. നിഷ്കളങ്കരുടെ വിലാപം ശ്രദ്ധിക്കണം. മനുഷ്യജീവൻ, വസ്തുവകകൾ, വികാരങ്ങൾ, മഹത്വങ്ങൾ ഇവ ഇല്ലാതാക്കപ്പെടുന്നു. ദുഷ്ടമനസ്സിന്റെ കൂടെ നിന്നാൽ ദുഃഖമായിരിക്കും ഫലം. നീതിക്ക് സ്വയം വിധേയപ്പെടണം. നീതി എന്നാൽ ബൈബിളിൽ ദൈവേഷ്ടത്തിന് നമ്മെ വിട്ടുകൊടുക്കുക എന്നതാണല്ലോ. നിയമാനുഷ്ഠാനത്തെക്കാൾ വിശ്വാസത്തിനുള്ള പ്രാധാന്യം യേശു പലപ്പോഴും ഊന്നി പറഞ്ഞിട്ടുണ്ട്. മത്തായി 9:13. കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കരുണ പാപികളെ അന്വേഷിക്കുകയും അവർക്ക് മാപ്പും രക്ഷയും നൽകുകയും ചെയ്യുന്നു. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോസേ 6:6. ജീവിത നിയമത്തിന്റെ കേന്ദ്രത്തിൽ കാരുണ്യം പ്രതീക്ഷിക്കപ്പെടണമേ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. പാപികളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് കരുണയുടെ അർത്ഥം യേശു വ്യക്തമാക്കുന്നു. പാപികളെന്ന് നിയമം കരുതുന്നവരെ യേശു കൂട്ടുകാരാക്കി. അത് അവിടുത്തെ കാരുണ്യത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നു. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പൗലോസ് അപ്പസ്തോലൻ തീവ്രതയോടെ നിയമത്തിന്റെ നീതി അനുസരിക്കുവാൻ തന്റെ ജീവിതത്തെ സമർപ്പിച്ചിരുന്നു. ഫിലിപ്പിയർ 3:5. അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിനു ശേഷം ഈ ദർശനം കീഴ്മേൽ മറിഞ്ഞു. നിയമാനുഷ്ഠാനം വഴി ഒരുവന് നീതീകരിക്കപ്പെടില്ല, വിശ്വാസം വഴിയാണ് നീതീകരിക്കപ്പെടുക. ഗലാത്യ 2:16. പൗലോസിന്റെ ധാരണയ്ക്ക് മൗലിക മാറ്റം ഉണ്ടാകുന്നു. രക്ഷ വരുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. അവിടുന്ന് മരണവും ഉത്ഥാനവും വഴി നീതീകരിക്കുന്ന കാരുണ്യത്തോടൊപ്പം വിമോചന ശക്തിയായി തീരുന്നു. സങ്കീർത്തനം 51:11-16 വരെ. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുവാനും ആത്മപരിശോധനയ്ക്കും കാരുണ്യം നമ്മെ സഹായിക്കും. കാരുണ്യം നീതിക്ക് വിരുദ്ധമല്ല. കാരുണ്യം നീതിക്ക് അപ്പുറം പോകുന്ന വഴി കാണുവാൻ ഹോസേയ പ്രവാചകന്റെ അനുഭവം നമ്മെ സഹായിക്കും. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടം യഹൂദ ജനതയുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ നിർണായക ഘട്ടമായിരുന്നു. രാജ്യം തകർന്ന് നാശത്തിന്റെ വക്കിലെത്തിയിരുന്നു. ജനം ഉടമ്പടിയോടുള്ള വിശ്വസ്തതയിൽ നിലകൊണ്ടില്ല. അവർ ദൈവത്തിൽ നിന്ന് വഴിതെറ്റി അലഞ്ഞു നടന്നു. പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. മാനുഷിക യുക്തി അനുസരിച്ച് നോക്കുമ്പോൾ അവിശ്വസ്തരായ ജനതയെ തള്ളിക്കളയണമെന്ന് ദൈവം ചിന്തിക്കുക യുക്തിപൂർവകമായി തോന്നും. അവർ ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചു. അതുകൊണ്ട് നീതിപൂർവകമായ ശിക്ഷ അവർ അർഹിക്കുന്നു. പ്രവാചകന്റെ വാക്കുകൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. അവർ ഈജിപ്ത് ദേശത്തേക്ക് മടങ്ങും. അസീറിയ അവരുടെ രാജാവാകും. കാരണം എന്റെ അടുക്കൽ വരുവാൻ അവർ വിസമ്മതിച്ചു. ഹോസേയ 11:5. നീതിയെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ട് പ്രവാചകൻ തന്റെ സംഭാഷണം മൗലികമായി മാറ്റുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ മുഖം വെളിവാക്കുന്നു. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ ആത്മായെ പോലെ ആക്കും? സെബോയിമിനോടെന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എന്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എന്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല. എഫ്രായിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കുവാൻ വരികയില്ല. ഹോസേയ 11:8-9 തിരുവചനങ്ങൾ. ദൈവത്തിന്റെ കാരുണ്യം എന്നേക്കുമുണ്ട്. ദൈവം തന്റെ കാരുണ്യം കൊണ്ടും ക്ഷമ കൊണ്ടും നീതിക്കപ്പുറം പോകുന്നു. തെറ്റ് ചെയ്യുന്ന ആരും അതിന് പരിഹാരം ചെയ്യണം. ഇത് മാനസാന്തരത്തിന്റെ തുടക്കമാണ്. ഒരുവൻ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് യേശു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. റോമ 10:3-4 തിരുവചനങ്ങൾ. ദൈവത്തിന്റെ ക്ഷമയ്ക്ക് അതിരുകളില്ല. ദൈവം യേശു ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലും തന്റെ സ്നേഹത്തെയും എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുവാനുള്ള ശക്തിയെയും വ്യക്തമാക്കുന്നു. ദൈവം എപ്പോഴും ക്ഷമിക്കുവാൻ സന്നദ്ധനാണ്. നാം പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. മത്തായി 5:48. എങ്കിലും പാപത്തിന്റെ വലിയ ഭാരം നാം അനുഭവിക്കുന്നു. പരിവർത്തനം ചെയ്യിക്കാൻ കൃപാവരത്തിന്റെ ശക്തി നമുക്ക് അറിയാം. അനുരഞ്ജന കൂദാശയെ ദൈവം നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നു. ക്രിസ്തു സഭയിലൂടെ പാപിയിൽ എത്തിച്ചേർന്ന പാപഫലങ്ങൾ അവശേഷിപ്പിച്ചിട്ടുള്ള എല്ലാ അവശിഷ്ടങ്ങളിൽ നിന്നും പാപിയെ സ്വതന്ത്രനാക്കുന്നു. പരസ്നേഹത്തോടെ പ്രവർത്തിക്കുവാൻ അയാളെ ശക്തനാക്കുന്നു. പാപത്തിൽ വീണ്ടും വീഴാതെ സ്നേഹത്തിൽ വളരുവാൻ ശക്തി നൽകുന്നു. ഒരു വിശ്വാസിയുടെ മുഴുവൻ ജീവിതത്തിലേക്കും മാപ്പ് വ്യാപിപ്പിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തെ എപ്പോൾ
എപ്പോഴും സമീപിക്കണം. പഴയ നിയമം കാരുണ്യത്തിൽ നിമഗ്നമാണ്. എന്തെന്നാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ദൈവം തന്റെ ജനത്തിനായി ചെയ്ത കാരുണ്യ പ്രവൃത്തികളെ അത് വിവരിക്കുന്നു. ഇസ്ലാം മതം ദൈവത്തിന് നൽകുന്ന സവിശേഷ പേരുകൾ കാരുണ്യവാനും ദയാലുവും എന്നാണ്. ദൈവിക കാരുണ്യത്തിന് അതിരില്ലെന്നും അതിനാൽ അതിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുന്നുവെന്നും അവരും വിശ്വസിക്കുന്നു. എല്ലാ മതങ്ങളോടും വിശിഷ്ട പാരമ്പര്യങ്ങളോടുമുള്ള കണ്ടുമുട്ടലിനെ നാം പരിപോഷിപ്പിക്കണം. പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും കഴിയണം. അടച്ചുപൂട്ടിയ മനസ്സിന്റെയും അനാദരവിന്റെയും സകല രൂപങ്ങളും ഇത് ഇല്ലാതാക്കും. അക്രമത്തിന്റെയും വിവേചനത്തിന്റെയും എല്ലാ രൂപങ്ങളെയും അത് മാറ്റിക്കളയും. കാരുണ്യത്തിന്റെ അമ്മയാണ് പരിശുദ്ധ മറിയം. അവരുടെ മുഖഭാവത്തിന്റെ മാധുര്യം നമ്മെ സൂക്ഷിക്കട്ടെ. മനുഷ്യാവതാര രഹസ്യത്തിലേക്ക് മറിയത്തെക്കാൾ മറ്റാരും കടന്നു ചെന്നിട്ടില്ല. അവൾ അവിടുത്തെ സ്നേഹത്തിന്റെ രഹസ്യത്തിൽ പങ്കെടുത്തതിനാൽ ദൈവിക കരുണയുടെ ശ്രീകോവിലിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞു. ദൈവപുത്രന്റെ അമ്മയാവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മറിയം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ പേടകമായിരിക്കുവാൻ ദൈവസ്നേഹത്താൽ സജ്ജീകൃതമായി. അവൾ തന്റെ പുത്രനായ യേശുവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിൽ ദൈവിക കാരുണ്യത്തെ സ്വഹൃദയത്തിൽ സ്വീകരിച്ചു. എലിസബത്തിന്റെ വീട്ടുപടിക്കൽ വെച്ച് അവൾ പാടിയ സ്തോത്രഗീതം ദൈവകാരുണ്യത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. ആ കാരുണ്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വ്യാപിക്കുന്നതാണ്. ലൂക്ക 1:50. കുരിശിൻ ചുവട്ടിൽ യേശു പറഞ്ഞ ക്ഷമയുടെ വാക്കുകൾക്ക് സ്നേഹത്തിന്റെ ശിഷ്യനായ യോഹന്നാനോട് ചേർന്ന് മറിയം സാക്ഷ്യം വഹിച്ചു. അവിടുത്തെ കുരിശിൽ തറച്ചവരോടുള്ള കാരുണ്യത്തിന്റെ പരമമായ പ്രകാശനമാണ് ആ വാക്കുകൾ. ദൈവത്തിന്റെ കരുണ ഏത് ഘട്ടം വരെ എത്തിച്ചേരാമെന്ന് അത് കാണിക്കുന്നു. ദൈവപുത്രന്റെ കരുണ അതിരുകൾ അറിയുന്നില്ലെന്നും ആരെയും ഒഴിവാക്കാതെ എല്ലാവരിലേക്കും അത് എത്തിച്ചേരുന്നുവെന്നും മറിയം സാക്ഷ്യപ്പെടുത്തുന്നു. അവൾ തന്റെ കരുണ നിറഞ്ഞ കണ്ണുകൾ നമ്മുടെ നേരെ എല്ലായ്പ്പോഴും തിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം അവളുടെ പുത്രനാകുന്ന യേശുവിന്റെ കരുണയുടെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മൾ യോഗ്യരാവട്ടെ. വിശുദ്ധ ഫൗസ്തീന ദൈവിക കാരുണ്യത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വിളിക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്നേഹത്തിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കൃപാവരം പരിശുദ്ധ അമ്മ നമുക്ക് നേടിത്തരട്ടെ. നമുക്കെല്ലാവർക്കും പിതാവ് നിരന്തരം നൽകുന്ന കാരുണ്യമനുസരിച്ച് ജീവിക്കുവാൻ സമർപ്പിക്കാം. ദൈവം നമ്മെ വിസ്മയിപ്പിക്കുവാൻ നമുക്ക് അനുവദിക്കാം. ദൈവം തന്റെ ഹൃദയ കവാടം എപ്പോഴും നമുക്കായി തുറന്നിടുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തെപ്പറ്റി പ്രഘോഷിക്കുവാനുള്ള അടിയന്തര ആവശ്യം നമുക്കുണ്ട്. ക്രിസ്തുവിന്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ദൈവകാരുണ്യമെന്ന രഹസ്യത്തിലേക്ക് നാം നയിക്കപ്പെടണം. സ്ത്രീത്വത്തിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ നദി പൊട്ടിപ്പുറപ്പെടുകയും നിരന്തരം നിറഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നു. ഒരിക്കലും വറ്റാത്ത നദിയാണത്. എത്രപേർ അതിൽ നിന്ന് കുടിക്കുവാൻ സമീപിച്ചാലും അത് വറ്റിപ്പോകില്ല. ആർക്കും ഏത് സമയത്തും അതിനെ സമീപിക്കാം. എന്തെന്നാൽ ദൈവസ്നേഹത്തിലുള്ള കാരുണ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. ദൈവത്തിന്റെ വാക്ക് തിരുസഭ പ്രതിധ്വനിപ്പിക്കട്ടെ. ദൈവജനങ്ങളാണ് തിരുസഭ. ദൈവത്തിന്റെ വാക്ക് ക്ഷമയുടെയും ശക്തിയുടെയും സഹായത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവും അടയാളവുമായിട്ടുള്ളതാണ്. കാരുണ്യവും ആശ്വാസവും നൽകുന്നതിന് എന്നും നാം ക്ഷമാശീലം പ്രദർശിപ്പിക്കണം. സഭ ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും ശബ്ദമായി തീരണം. കർത്താവെ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. സങ്കീർത്തനം 25:6 എന്ന സങ്കീർത്തന വാക്യം ആത്മധൈര്യത്തോടെ സഭ ആവർത്തിക്കട്ടെ. ലിവ് ജീസസ്.